വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മാംഗോ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ മാംഗോ സീസണൊക്കെയാണ്, പിന്നെ നിറഞ്ഞ പെരുന്നാളൊക്കെ വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വെറും 4 ചേരുവയേ ഉള്ളൂ. പിന്നെ ഒരു 15 മിനിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല കിടിലൻ ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും ഒന്ന് കൊടുത്തേക്കണേ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു 1/2 കപ്പ് സാബുദാന എടുത്തിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ ഇതിന് സാവുനരി എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ കുറച്ച് വലുപ്പമുള്ള സാവുനരിയാണ്. നിങ്ങളെ കയ്യിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുത് ഉപയോഗിക്കാം. പക്ഷേ വലുതാണ് ഒന്നും കൂടെ കാണാനും ഭംഗി ടേസ്റ്റും ഉണ്ടാവുക. ഞാനിതൊരു വലിയ ബൗളിലേക്ക് ഇടുകയാണ്. ഇനി നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നിങ്ങളെ കയ്യിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ വെച്ചാൽ മതിയോ. ഇതിപ്പോൾ വലുതായതുകൊണ്ട് ഞാൻ 1 മണിക്കൂർ വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടുതലായിട്ടുള്ള സ്റ്റാർച്ചും കൊഴുപ്പും ഒക്കെ മാറിയിട്ട് നമുക്ക് എളുപ്പത്തിൽ ഇത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ 1 ലിറ്റർ പാൽ അടുപ്പത്ത് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെയാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്കിത് കുറുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അടിയിലൊന്നും പിടിക്കില്ല. അപ്പോൾ ഇപ്പോൾ ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സാബുദാന ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. നേരത്തെ കുതിരാൻ വെച്ച സാബുദാന ഞാനൊന്ന് ഊറ്റുകയാണ്. ഒരു അരിപ്പയിലൂടെയാണ് ഊറ്റിയെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇത് നന്നായിട്ട് സോക്കായിട്ടുണ്ട്, നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കുക്കായി കിട്ടും. കുറേ ആൾക്കാർ കുക്കറിലൊക്കെ വേവിക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ അതിനൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അത് കുക്കായി കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ഊറ്റിയെടുത്തിട്ടുള്ള സാബുനരി ഈ പാലിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇത് അധികം ടൈമൊന്നും എടുക്കില്ല. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാബുനരി ഇട്ടതിന് ശേഷം നിങ്ങൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് നേരം ഒന്നുപോലെ ഇളക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ സാബുനരി കട്ട പിടിക്കും. പിന്നെ നമുക്കത് കട്ട വേർപെടുത്തിയെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇത് വേവാൻ അധികം ടൈമൊന്നും എടുക്കില്ല. ഒരു 7 മിനിറ്റ് 8 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഇത് വെന്ത് കിട്ടും. ഇത് വേവുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പായസവും കട്ടിയായിട്ട് വരും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഏകദേശം കുറച്ച് കട്ടിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചാൽ മതിയാവും. ഇത് ക്ലിയർ ആയിട്ട് വരും. വെന്ത് കഴിഞ്ഞാൽ അത് നല്ല ക്ലിയർ പരുവത്തിലായിട്ട് വരും. ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. കണ്ടൻസ് മിൽക്കാണ്. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയും ചേർക്കാം കേട്ടോ. പഞ്ചസാര ആകുമ്പോൾ കുറച്ച് അധികം ചേർക്കേണ്ടി വരും. ഈ 1 ലിറ്റർ പാലിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ധാരാളമാണ്. കാരണം നമ്മൾ മാങ്ങയിൽ നല്ല മധുരം ഉണ്ടാവും. പിന്നെ നമ്മൾ വേറെ മധുരം ഇടേണ്ടി വരില്ല. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു. മാങ്ങ കാണാനും നിറം ഉണ്ടായിരുന്നുള്ളൂ, മധുരം കുറച്ച് കുറവായിരുന്നു. പിന്നെ നോമ്പായതുകൊണ്ട് എനിക്ക് നോക്കാനും പറ്റിയില്ല. അപ്പം ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ സെർവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇതിൽ മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മുടെ പായസമൊക്കെ നന്നായി കുറുകി സാബുനരിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. നമുക്ക് ഈ അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ഉപ്പിടുന്നത് പറയുന്നത് നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ചൂട് കളയാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഈ പായസത്തിലെ ചൂട് നന്നായിട്ട് തണഞ്ഞു കിട്ടണം. ഞാനിതിലേക്ക് 4 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. 4 മീഡിയം വലിപ്പത്തിലുള്ള അൽഫോൺസ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഈ പായസത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് മാങ്ങ തന്നെയാണ്. അപ്പോൾ നല്ല മാങ്ങ നോക്കിയെടുക്കുക. അധികം നാരുള്ള മാങ്ങ എടുക്കരുത്. അപ്പോൾ പിന്നെ പായസം നമ്മൾ കഴിക്കുമ്പോൾ ആ നാരൊക്കെ നമ്മളെ വായിൽ വരും. നല്ല മധുരമുള്ള മാങ്ങ തന്നെ നോക്കിയെടുക്കുക. നല്ല കളറും കൂടെ ഉള്ള മാങ്ങയാണെങ്കിൽ പായസം കാണാനും നല്ല ഭംഗിയുണ്ടാവും. ഇതിൽ ഈ 2 മാങ്ങ ഞാനൊന്ന് പൾപ്പാക്കി എടുക്കുന്നുണ്ട്. 2 മാങ്ങ ഞാൻ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് 2 പായസത്തിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ പായസമൊക്കെ ഇപ്പോൾ നന്നായിട്ട് ചൂട് കണഞ്ഞ് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പാകത്തിനാണുള്ളത്. ഇനി നിങ്ങൾക്ക് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. പക്ഷേ അതിനനുസരിച്ച് നിങ്ങൾ മധുരം കൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 2 മാങ്ങയാണ്, അതായത് ഏകദേശം 1 കപ്പിൻ്റെ അടുത്ത് വരും. ഞാൻ വെള്ളമൊന്നും കൂട്ടാതെയാണ് അരച്ചിട്ടുള്ളത്. നല്ല പഴുത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചാൽ മതി, വെള്ളമൊന്നും വേണ്ട. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ഈ പായസം ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രം വേണം മാങ്ങ യോജിപ്പിക്കാൻ. അപ്പോഴേ ആ മാങ്ങയുടെ ഫ്രഷ് ടേസ്റ്റ് ഇതിനുണ്ടാവുള്ളൂ. പിന്നെ നാരൊന്നും ഇല്ലാത്ത നല്ല മധുരമുള്ള മാങ്ങ തന്നെ നോക്കിയിട്ട് എടുക്കുക. ഞാനിപ്പോൾ അൽഫോൺസാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മൽഗോവ എടുക്കാം. അങ്ങനെ ഏതാണോ നല്ല മധുരമുള്ള മാങ്ങ അത് നോക്കിയിട്ട് തന്നെ എടുക്കുക. ഇനി നമുക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ മുഴുവനായിട്ട് ചേർക്കുന്നില്ല, ഒരു 1/4 ഭാഗം ചേർക്കുന്നുണ്ട്. ബാക്കി ഭാഗം ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. നമുക്ക് ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കഷ്ണം ചേർക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ പായസം കഴിക്കുമ്പോൾ ഇത് കടിക്കാൻ കിട്ടുന്ന നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നട്ട്സും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല.
ഞാനൊരു ഗ്ലാസിൻ്റെ മേലെ നേരത്തെ നമ്മൾ മാറ്റി വെച്ചതിന് കുറച്ച് മാങ്ങ കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, അത് നിങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷെ ഇത് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ മാംഗോ ജെല്ലി മുറിച്ചിട്ട പോലെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പായസം തണുത്തിട്ട് കഴിക്കാനാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾ തണുപ്പിച്ചിട്ട് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ മധുരം നിങ്ങൾക്ക് വേണ്ട പോലെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പഞ്ചസാരയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് ഇളക്കണം എന്നൊന്നുമില്ല, ജസ്റ്റ് പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അത് ഓട്ടോമാറ്റിക്കായിട്ട് മെൽറ്റ് ആയിക്കോളും. ഞാൻ കുറച്ച് മാങ്ങയുടെ കഷ്ണം മേലെ കൂടെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഭംഗിക്ക് ഒരു പുതിന കൂടെ വെച്ചിട്ടുണ്ട്. നല്ല കിടിലൻ ടേസ്റ്റുള്ള മാംഗോ പായസമാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്